നമസ്കാരം. നിളയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ നടുവട്ടത്ത് ബേക്കറിക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം, ആളപായമില്ല. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. സംസ്ഥാന പാതയിൽ നടുവട്ടം സെന്ററിൽ സ്വകാര്യ കെട്ടിടത്തിലെ ബേക്കറിയാണ് കത്തിയത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീയണച്ചത്. കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായത് വലിയ അപകടം ഒഴിവാക്കി. ബേക്കറിയിലെ സാധന സാമഗ്രികൾ മുഴുവനായി കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായാണ് വിവരം. എണ്ണപ്പലഹാരങ്ങൾ പൊരിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റൌവിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് വിവരം. വല്ലപ്പുഴയിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിനീഷ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് തല ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ASI വിനീഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടികൾ പോകുന്ന ചതിക്കുഴികൾ ഇന്ന് വളരെ വലുതാണ്. അവർ പോയി വീഴുന്ന അവസ്ഥ നമ്മൾ നോക്കുന്ന, നമുക്ക് ഇൻസ്റ്റാഗ്രാമോ, ഇപ്പോൾ ഇതിലിരിക്കുന്ന കുറച്ച് പ്രായപൂർത്തിയായ വയസ്സായ ആൾക്കാരും അവർക്ക് നോക്കുന്ന ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അവർക്കില്ല. അവർ പക്ഷേ കുട്ടികൾ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം. നമ്മളൊരു മൊബൈൽ കൊടുത്താൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇല്ല. ആർക്കാണ് ഇൻസ്റ്റാഗ്രാം ഉള്ളത്? ഇതിലാർക്കെങ്കിലും ഉണ്ടോ ഇൻസ്റ്റാഗ്രാം? മണ പറയണ്ട, ഉണ്ടോ? ആയിരിക്കില്ല. ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് അറിയോ? ഇൻസ്റ്റാഗ്രാം വാർഡ് മെമ്പർ പറക്കാടൻ റഫീഖ് അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. CK ബാബു, KC അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് രാമദാസ്, അഡ്വക്കേറ്റ് AA ജമാൽ, അഷ്റഫ് അലി വല്ലപ്പുഴ, MPM മുസ്തഫ, വാർഡുതല ജാഗ്രതാ സമിതി അംഗം ജംഷിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജാഗ്രതാ സമിതി ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ പേരിലും ഒരു സാധാരണഗതിയിൽ ഒരു മയക്കുമരുന്നിനോ അല്ലെങ്കിൽ മറ്റു വിപത്തുകൾക്ക് നേരിടുമ്പോൾ ഓരോ വ്യക്തിനെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ എല്ലാ യുവാക്കളോടും അതല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങിയവരോട് പറഞ്ഞത് അത് അങ്ങനെയല്ല പോകേണ്ടത് എന്നും, അത് ജാഗ്രതാ സമിതിയിലൂടെ നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് മേൽ ജാഗ്രതാ സമിതിയിലേക്ക് കൊടുക്കുമ്പോൾ ഈ ജാഗ്രതാ സമിതിയിൽ സാധാരണഗതിയിൽ സ്ഥലം SI അതുപോലെ തന്നെ എക്സൈസ് ഓഫീസർമാരെല്ലാം അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ ഒരു സർക്കുലർ ഉണ്ട്. ആ സംവിധാനം സാധാരണ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ജാഗ്രതാ സമിതി ഉണ്ടാക്കുന്നതെങ്കിൽ പോലും നാട്ടിലുണ്ടാകുന്ന എല്ലാ വിപത്തിലും ഇടപെടാനുള്ള നിയമ സംവിധാനം ഉള്ളതാണ് ജാഗ്രതാ സമിതി. അതാണ് ജാഗ്രതാ സമിതിയിലൂടെ എന്താണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്നുള്ളതിന്റെ ആദ്യത്തെ താക്കം. ഗാബിയോൺ കേജ് സാങ്കേതിക വിദ്യ അവലംബിച്ചുകൊണ്ടുള്ള പട്ടിത്തറ കൂമൻതോട് പാലം സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നു. ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് ഇതിനു മുമ്പ് ഗാബിയോൺ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. മണ്ണിടിഞ്ഞ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിക്കാതിരിക്കുന്നതിനും കരിങ്കൽ കഷ്ണങ്ങൾ ഇരുമ്പ് വലക്കോടുകൾക്കുള്ളിൽ കൃത്യമായ തോതിൽ അടുക്കിവെച്ചുള്ള നിർമ്മാണ രീതിയാണ് ഗാബിയോൺ എന്നറിയപ്പെടുന്നത്. യുദ്ധകാലങ്ങളിൽ പീരങ്കി ആക്രമണങ്ങളിൽ നിന്നും മറ്റും രക്ഷ നേടാൻ ആശ്രയിച്ചിരുന്ന സാങ്കേതികവിദ്യ പിന്നീട് നിർമ്മാണ മേഖലയിലേക്ക് കടന്നുവരികയായിരുന്നു. ചെലവ് കുറഞ്ഞതാണെന്നതും അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നതുമാണ് ഈ നിർമ്മാണ രീതിയുടെ പ്രത്യേകത. ജില്ലയിലെ രണ്ടാമത്തെയും തൃത്താലയിലെ ആദ്യത്തെയും ഗാബിയോൺ നിർമ്മാണ രീതിയാണ് കൂമൻതോട് സംരക്ഷണ ഭിത്തിയുടേത്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിലാണ് ഇതിനു മുൻപ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 2018 പ്രളയത്തിലാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകരുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 37 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. തൃത്താല സെന്ററിൽ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ അജ്ഞാത വാഹനം. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറാണ് 1 മാസത്തിലേറെ കാലമായി റോഡരികിൽ കിടക്കുന്നത്. തൃത്താല സെന്ററിൽ PWD റെസ്റ്റ് ഹൌസ് കെട്ടിടത്തിന്റെ മതിലിനോട് ചേർന്നാണ് റോഡരികിൽ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. 1 മാസക്കാലത്തിലേറെയായി വാഹനം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. MH43V 6792 നമ്പറിലുള്ള മഹീന്ദ്ര ലോഗൻ കാറാണ് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത്. മെക്കാനിക്കൽ തകരാറുകളോ മറ്റോ ആണെങ്കിൽ വാഹനം കെട്ടിവലിച്ച് വർക്ക്ഷോപ്പിലേക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒറ്റനോട്ടത്തിൽ കാര്യമായ തകരാറുകളൊന്നുമില്ലാത്ത വാഹനം എന്തിനാണ് ഇവിടെ നിർത്തിയിട്ട് ഉടമ കടന്നുകളഞ്ഞുവെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള വാഹനമായതിനാൽ നാട്ടുകാർക്കും ഈ വാഹനം കണ്ടുപരിചയമില്ല. റോഡരിക് കയ്യേറിയുള്ള വാഹനത്തിന്റെ കിടപ്പ് കാൽനടയാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. സംഭവത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി വാഹനം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്കാര സാഹിതി പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. DCC സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സമിതി പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളാണ് സ്ഥാനമേറ്റത്. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ്. DCC സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ഇപ്പോൾ സജീവമായിട്ട് വ്യാപാര സമരം നല്ല പുതിയ ബോധങ്ങൾ വരുമ്പോൾ നന്നായി DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പുതിയ കമ്മിറ്റിക്ക് മിനിറ്റ്സ് കൈമാറി. സംസ്കാര സാഹിതി നിയോജകമണ്ഡലം ചെയർമാൻ സജീഷ് മരുദൂർ അധ്യക്ഷനായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇട്ടി ഉമ്മർ, KR നാരായണസ്വാമി, അസീസ് പട്ടാമ്പി, TT സലീം, ജിതേഷ് മോഴിക്കുന്നം, സന്തോഷ് കുമാർ, ഉമ്മർ കീഴായൂർ, ഹമീദ്, സജിത്, രൂപേഷ്, ബഷീർ, നിസാർ, ഉണ്ണികൃഷ്ണൻ, VM മുസഫ, കൃഷ്ണകുമാർ, ആഫിൽ, ജംഷാദ്, ജമാൽ മപ്പാട്ടുകര, ശ്രീധരൻ ചമ്പ്ര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കാൻ മുതുതലയിൽ ഒരുക്കങ്ങൾ തുടങ്ങി. നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മുതുതലക്കാർ. ഞായറാഴ്ച രാവിലെ മന്ത്രി വീണ ജോർജാണ് കെട്ടിടം നാടിന് സമർപ്പിക്കുക. ഉദ്ഘാടന ചടങ്ങ് നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ആരംഭിച്ചു. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മുതുല സെന്ററിൽ നടന്ന സംഘാടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. രഘുമാഷയുടെ കാലം തൊട്ട് തുടങ്ങിയ ആ ഒരു പ്രവർത്തനം തുടർന്നുള്ള എല്ലാ ഭരണസമിതികളും അതിനുവേണ്ടി ഏറെ കാലത്ത് വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ 50 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം, അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് നിരവധി തവണ വിശദീകരിച്ചതാവുകൊണ്ട് അറിയാവുന്നതാണ്. എങ്കിലും ആ 50 സെന്റ് സ്ഥലത്തിന് വേണ്ടി നിരവധി കാലത്തെ നിയമ പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഭരണസമിതി സ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കും ആ സ്ഥലം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും നമ്മളുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA നമ്മുടെ സർക്കാരിന്റെ ഫണ്ട് 2 കോടി അനുവദിക്കുകയും നമുക്ക് ആ പറഞ്ഞ സമയത്തേക്ക് ആ സ്ഥലം നമുക്ക് പഞ്ചായത്തിന്റെ പേരിലാവാത്തതിന്റെ പേരിൽ നമ്മൾ എന്താ പറയാന്ന് തന്നെ അറിയില്ല, ഒരാഴ്ച കൊണ്ട് സ്ഥലം കണ്ടെത്തിയില്ലെങ്കിൽ ആ 2 കോടി നഷ്ടപ്പെടുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അതൊരു വല്ലാത്ത, എല്ലാവരിലും ഒരു വല്ലാത്ത മാനസിക പ്രയാസം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ ആണ്. അതിനുവേണ്ടി എല്ലാവരും കൂടി ഭരത പുരോഗമന പ്രസ്ഥാനത്തിന്റെ അമരക്കാര് എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു പരിശ്രമം ഭാർഗവമ്മയെ പോയി കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഉപരിയായി ഒരു മടിയും കൂടാതെ. വൈസ് പ്രസിഡന്റ് C. മുകേഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു, സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ, ബുഷറ സമദ്, സുബൈദ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും കുടുംബസംഗമവും കൂറ്റനാട് നടന്നു. കൂറ്റനാട് ടൗൺ നവീകരണത്തിനായി നിലവിലെ സർക്കാർ പുറമ്പോക്ക് ഭൂമി പരമാവധി ഉപയോഗപ്പെടുത്തി പ്ലാൻ പുനഃപരിശോധിച്ച് കൂറ്റനാട് ടൗൺ റോഡ് വികസനം നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള 42 കോടിയുടെ റീബിൽഡ് കേരള പദ്ധതി പ്രകാരം റോഡ് പണി എത്രയും വേഗം ആരംഭിക്കണമെന്നും കെട്ടിടങ്ങൾ പൊളിക്കാതെ ടൗൺ വികസനം നടപ്പാക്കണമെന്നും ജനറൽ ബോഡി യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ അലിക്കുഞ്ഞക്കോപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷനായി. ചടങ്ങിൽ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കും ഒരു കിഡ്നി രോഗിക്കും ഒരു ക്യാൻസർ രോഗിക്കും കൂറ്റനാട് യൂണിറ്റിന്റെ ധനസഹായവും കൈമാറി. 30 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ജനറൽ ബോഡി യോഗം തെരഞ്ഞെടുത്തു. അബ്ദുൾ മുരളി പരുതൂർ, അബ്ദുള്ളക്കുട്ടി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബ മാളിയക്കൽ, അലി വരമംഗലത്ത്, മുസ്തഫ തട്ടത്താഴത്ത്, രാധാകൃഷ്ണൻ പാലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ കുടുസായ അല്ലെങ്കിൽ വീതി വിസ്താരമില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നാടിന്റെ വികസനത്തിന് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഒരു കാലത്തും എതിരല്ല, അതിന്റെ കൂടെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് വികസനങ്ങൾ ആവശ്യമാണ്. നമ്മളൊക്കെ കടകളും ഷോപ്പുകളും ഷോറൂമുകളും ഒക്കെ വാടക കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഓരോ ദിവസവും എത്ര തരത്തിലുള്ള വാഹനങ്ങളാണ് റോഡിലിറങ്ങുന്നത്. കൂറ്റനാട് ടൗണിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഏകദേശം 10-15 ഷോറൂമുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പട്ടാമ്പി ടൗണിൽ ഏകദേശം 25-30 എല്ലാവിധ വണ്ടികളുടെ ഷോറൂമുണ്ട്. ഒരു ദിവസം ഒരു ഷോറൂമിൽ നിന്ന് 2 വണ്ടി ഇറങ്ങിയാലേ ആ വാടകക്കാരൻ മുതലാവുള്ളൂ. അങ്ങനെ 2 എണ്ണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 30 ഷോറൂമിന് 60 വണ്ടി ഇറങ്ങണം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.